ഇത് ആയിഷ ബീവി പറഞ്ഞതല്ല, എനിക്ക് അള്ളാഹു അറിയിച്ചു തന്നതാണ്. ഇവിടെ അള്ളാഹു തആല കൃത്യമായിട്ട് ആ കാര്യം പറയാണ്. നോക്കൂ, ആ ആയത്തിൽ പറയുന്നത് നബി തങ്ങൾ ചില വർത്തമാനങ്ങൾ സ്വകാര്യമായി തന്റെ ചില ഭാര്യമാരോട് പറഞ്ഞു. അതായത് തന്റെ ഭാര്യമാരിൽ നിന്ന് ഒരുവളോട് പറഞ്ഞു. അത് ഹഫ്സ ബീവിയാണ്. ആ വിവരം ഹഫ്സ ബീവി മറ്റൊരു ഭാര്യയോട്, അതായത് ആയിഷ ബീവിയോട് പറഞ്ഞപ്പോ ആ വിവരം അള്ളാഹു നബിക്ക് വെളിവാക്കി കൊടുത്തു. അള്ളാഹു വെളിവാക്കി കൊടുത്തതിൽ ചിലത് നബി പറഞ്ഞു കൊടുത്തു, ചിലത് പറഞ്ഞു കൊടുത്തില്ല. ഞാൻ പറയരുത് എന്ന് പറഞ്ഞ കാര്യം നീ പറഞ്ഞു കൊടുത്തു. ഇത് അള്ളാഹ് എന്നെ അറിയിച്ചു, ഈ കാര്യം പറഞ്ഞു. പക്ഷെ ഏത് പറഞ്ഞില്ല? അള്ളാഹു തആല നബിയെ അറിയിച്ചു, നബിയെ ഹഫ്സ ബീവിയെ പറ്റിയും ആയിഷ ബീവിയെ പറ്റിയും തെറ്റാതെ ധാരണയൊന്നും വേണ്ട. കാരണം ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും സ്ഥാനം. രണ്ടാമത്തെ സ്ഥാനം ഈ ഹഫ്സ ബീവിയുടെ, ഹഫ്സയുടെ പിതാവായ ഉമർ റളിയല്ലാഹു അൻഹു. ഇത് അള്ളാന്റെ തിരുദൂതനെ അള്ളാഹു അറിയിച്ചു. പക്ഷെ ഈ വിവരം അള്ളാന്റെ റസൂലുള്ളാഹിയോട് പറഞ്ഞില്ല. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഹഫ്സ എന്റെ വാപ്പാക്ക് വലിയ സ്ഥാനമുണ്ട് കേട്ടോ, ആയിഷാന്റെ വാപ്പാക്കുണ്ട്. അള്ളാന്റെ തിരുദൂതരുടെ ശേഷം ഒന്നാമത്തെ ഖലീഫയാവുക അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത്തെ ഖലീഫ അത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആയിരിക്കും എന്ന വിവരം അള്ളാഹു ഈ സമയത്ത് അറിയിച്ചതാണ്. പക്ഷെ ആ വിഷയം ഇവരോട് പറഞ്ഞില്ല. എന്താ കാരണം? അത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അസൂയക്കാരുണ്ടാവും. അപ്പോ വരാൻ പോകുന്ന രണ്ട് നേതാക്കന്മാർ ഇവരാണ് എന്നുള്ളത് അഡ്വാൻസ് ആയിട്ട് ഇവരെ അറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെങ്കിലും പുറത്തിയാടും. പറഞ്ഞൊരു പുറത്തിയാടായിരിക്കും, വാപ്പാക്ക് ഭയങ്കര സ്ഥാനമുണ്ട്. അപ്പൊ ഇത് പുറത്ത് വന്നാല് നമുക്ക് എതിരാളികൾ ഒരുപാടുള്ളതാണ്. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭാവിയിൽ അത് പ്രയാസം സൃഷ്ടിക്കും. അതുകൊണ്ട് പറഞ്ഞില്ല. ഉണ്ടല്ലോ നമ്മളെ കുട്ടികളൊക്കെ ഒരു കോളേജിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ നല്ല പ്രതിഭകളായ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അത് എല്ലാവരോടൊന്നും പറയാൻ പറ്റാത്തൊരു കാലം. എന്താ കാരണം? അതിന് ഗൂഢോത്രങ്ങൾ ചെയ്യുന്നവരുണ്ട്. 100 രൂപ ചെലവാകുള്ളൂ, പണിയാവും. പടച്ചവൻ ഓരോ സംവിധാനങ്ങൾ ഒരുക്കിയതാണ്. റസൂലിന് പോലും തട്ടിയില്ല സിഹർ. അവ കുട്ടികളുടെ പഠനം മുടങ്ങാൻ ഏത് സ്ഥാപനത്തിനാ നിൽക്കുന്നത് അവിടെ ആ കുട്ടിക്ക് നിൽക്കാതിരിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യും. എന്തൊക്കെയാ നടക്കുന്നത്? സിഹർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. ചില സ്ഥാപനങ്ങളിൽ സ്ഥാപനത്തിന്റെ ഉള്ളിലേക്കാണ് കയറിയ കുട്ടികൾ കുരക്കുക, ഭയങ്കര ചുമ. ഡോക്ടർമാർ പരിശോധിച്ചാൽ ഒരു ചിരിക്കുക, ഒരു പ്രശ്നം കാണില്ല. പുറത്തിറങ്ങിയ കുട്ടികൾക്ക് ഒരു പ്രശ്നമില്ല, വീട്ടിൽ പോയ ഒരു പ്രശ്നമില്ല. സ്ഥാപനത്തിന്റെ ഉള്ളിലേക്കാണ് കയറിയാൽ ഭയങ്കര ചുമ. ഓരോരുത്തർ ചെയ്യുന്ന വേലയാണ്. അള്ളാനെ ഒരു പേടിയില്ല. ഏത് ജോലിസിന്മാരെടുത്തും പോകും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാം പറയാൻ പറ്റില്ല. അതുകൊണ്ട് പല വിഷയങ്ങളും നമ്മൾ അങ്ങനത്തെ നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് മാത്രം പറയാ, ബാക്കി തൽക്കാലം ഉണ്ടാതിരിക്കാം, ഒഴിഞ്ഞു മാറി. ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതർ ആ കാര്യം പറയാതിരുന്നത് അതുകൊണ്ട് പ്രയാസം വരണ്ടാന്ന് കരുതിയിട്ട് വലിയൊരു മഹത്തുള്ള കാര്യമല്ലേ? തന്റെ പിതാവിനായിരിക്കും ഏറ്റവും സ്ഥാനം. ആയിഷ ബീവിയും ഹഫ്സ ബീവിയും ഈ വിവരം രണ്ടുപേരും അറിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷവും. പക്ഷെ അങ്ങനെ സന്തോഷം വേണ്ട, ആ വിഷയം പുറത്തു പോയാൽ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ആ വിവരം അറിയിച്ചില്ല. അതേ സമയത്ത് അള്ളാഹുവിന്റെ തിരുദൂതർ ചില കാര്യങ്ങളൊക്കെ അവർ അറിയിച്ചു. എന്തായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിഷ ബീവിക്കും അതുപോലെ ഹഫ്സ ബീവിക്കും ശക്തമായൊരു താക്കീത് കൊടുക്കാൻ അടുത്ത ആയത്തിലൂടെ ഇൻ തതൂബാ ഇലല്ലാഹ് ഫഖദ് സഗത് ഖുലൂബുകുമാ വഇൻ തളാഹറാ അലൈഹി ഫഇന്നല്ലാഹ ഹുവ മൗലാഹു ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു വസ്വാലിഹുൽ മുഅ്മിനീൻ വൽമലായികതു ബഅദ ദാലിക ളഹീർ. അല്ലാഹു പറയുന്നു, ഇൻ തതൂബാ ഇലല്ലാഹ്, നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. ആര്? ആയിഷ ബീവിയോടും ഹഫ്സ ബീവിയോടും അള്ളാഹു പറയാം. കാരണം സൈനബ ബീവിയുടെ വീട്ടിൽ നിന്ന് റസൂല് കുടിക്കുന്ന തേന് അത് മുടക്കാനാണല്ലോ ഇവർ ശ്രമിച്ചത്. ഇവരെ തെറ്റിദ്ധരിക്കണ്ട. അവർക്ക് റസൂലിനോട് ഏറ്റവും സ്നേഹം ഞങ്ങൾക്ക് കിട്ടണം, ലഭിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അത് കാരണത്താൽ നല്ലതിനുള്ള ഒരു വാശിയായിരുന്നു യഥാർത്ഥത്തിൽ അത്.
പരലോകത്ത് അതുവഴി വിജയിക്കാനുള്ള ഒരു വാശിയായിരുന്നു, ഒരു മത്സരമായിരുന്നു അത്. റസൂൽ ചില്ലറക്കാരനല്ലല്ലോ. റസൂലിനെ ഭർത്താവായി കിട്ടിയ അവര് വലിയ ഭാഗ്യവാന്മാരാ. പക്ഷെ അതേ സമയത്ത് റസൂലിന് അല്പം വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമായല്ലോ അത്. അതുകൊണ്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ രണ്ടുപേരും തൗബ ചെയ്യുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്, അത് അള്ളാഹു സ്വീകരിക്കും. ഫഖദ് സഗത് ഖുലൂബുകുമാ, നിങ്ങളുടെ ഹൃദയങ്ങൾ തെറ്റിപ്പോയിരിക്കുന്നു. ചെറിയൊരു പ്രയാസം അവിടെ മനസ്സിൽ വന്നല്ലോ. അങ്ങനെ ഇപ്പൊ റസൂല് സൈനബാവിന്റെ വീട്ടിൽ നിന്ന് തേൻ കുടിക്കണ്ട, അത് റസൂല് അതിനെപ്പറ്റി മദ്ഹ് പറയുമ്പോ അതിലൊരു അസ്വസ്ഥത വന്നല്ലോ. അത് ചെറിയൊരു പ്രശ്നമാണ്, പാടില്ല. നേരെ മറിച്ച് വഇൻ തളാഹറ അലൈഹി, നിങ്ങൾ രണ്ടുപേരും ആ റസൂലിനെതിരെ സഹായിക്കുകയാണെങ്കിൽ, അള്ളാഹു പറയുന്നു വഇൻ തളാഹറ അലൈഹി, നിങ്ങൾ രണ്ടുപേരും ആ റസൂലിനെതിരെ സഹായിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, എന്ത്? ഫഇന്നല്ലാഹ ഹുവ മൗലാ, തീർച്ചയായിട്ടും അല്ലാഹുവാണ് നബിയുടെ രക്ഷാധികാരി, റസൂലിന്റെ സഹായി അല്ലാഹുവാൻ. വജിബ്രീൽ, ജിബ്രീൽ എന്ന മലക്ക് നബിയെ സഹായിക്കും. വസാലിഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് സദ്വൃത്തരും നബിയെ സഹായിക്കും. വൽ മലായികതു ബഅദ ദാലിക ലഹീർ, അതിന്റെ ശേഷം മലക്കുകളും അള്ളാഹുവിന്റെ തിരുദൂതരെ സഹായിക്കുന്നതാണ്. നോക്കൂ, ആ പ്രയോഗം നോക്കണം. നിങ്ങൾ രണ്ടുപേരും ആയിഷ ഹഫ്സ വേഗം തൗബ ചെയ്തോളൂ, അതാ നിങ്ങൾക്ക് നല്ലത്. അല്ല, നിങ്ങൾ തൗബ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ അള്ളാഹു പറയാണ്, നിങ്ങളുടെ ഹൃദയം തെറ്റിപ്പോയിട്ടുണ്ട്, നിങ്ങളെങ്ങാനും ഇനി നബിക്കെതിരെ സഹായിച്ചാൽ, അതായത് ഇവര് രണ്ടുപേരും യോഗം ചേർന്ന രണ്ടുപേരും തീരുമാനിച്ചെന്താ, ഈ തേങ്കുടി മുടക്കാൻ അവർ ചെറിയൊരു പദ്ധതി ആവിഷ്കരിച്ച, ഇനി എങ്ങാനും നിങ്ങൾ അങ്ങനെ നബിക്കെതിരെ അന്യോന്യം സഹായിച്ചാൽ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നബിയെ സഹായിക്കാൻ അള്ളാഹുണ്ട്, റസൂലുള്ളാഹിനെ അള്ളാഹു സഹായിക്കും, ജിബ്രീൽ എന്ന മലക്ക് സഹായിക്കും, മുഅ്മിനീങ്ങളിൽ നിന്ന് സദ്വൃത്തർ സഹായിക്കും, മുഴുവൻ മലക്കുകളും സഹായിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹിന്റെ തിരുദൂതരോട് അള്ളാഹു ആദ്യം പറഞ്ഞ എന്താ? ഭാര്യമാരിൽ ചിലരുടെ പ്രീതി നേടാൻ അള്ളാഹു അനുവദിച്ച ഒന്ന് അങ്ങ് നിഷിദ്ധമാക്കിയത് ശരിയായില്ല. അള്ളാഹു പൊറുക്കുന്നവനാണ്, സാരല്ല. അതായത് അള്ളാഹു നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റുകളൊക്കെ പൊറുക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുറ്റബോധം വേണം. എന്നാ നമ്മുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കും. ഈ മുഹറം മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സഹോദര. മുഹറം 10-നാണ് ആദം നബിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. വിലക്കപ്പെട്ട പഴം സ്വർഗത്തിൽ നിന്ന് കഴിച്ചപ്പോ അതിന്റെ പേരിൽ വല്ലാതെ പ്രയാസപ്പെട്ട മഹാനായ സയ്യിദുന ആദം നബിയും ഹവ്വാ ബീവിയും രണ്ടുപേരും പ്രാർത്ഥിച്ചത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ആ കാര്യം പറയുന്നുണ്ടല്ലോ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, ആ കഥ പറയുന്നുണ്ട്. നാദാ, ഞങ്ങൾ സ്വന്തത്തെ അതിക്രമിച്ചു, നീ ഞങ്ങളോട് പൊറുക്കുന്നില്ലെങ്കിൽ, നീ ഞങ്ങളോട് കരുണ ചെയ്തിട്ടില്ലെങ്കിൽ നാദാ, ഞങ്ങൾ പരാജയപ്പെട്ടവരിൽ പെട്ടുപോകും. അതുകൊണ്ട് ഞങ്ങളോട് പൊറുക്കണം, കരുണ ചെയ്യണം. അങ്ങനെയാണ് മഹാനായ ആദം നബി പ്രാർത്ഥിച്ചത്. ഒരു മുഹറം 10 അല്ലാഹു തആല ആ പ്രാർത്ഥന സ്വീകരിച്ചു. മുഹറം മാസം വരുമ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാ. പല ആളുകൾക്കൊരു ധാരണ ഉണ്ട്, മുഹറം 1 മുതൽ 10 വരെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, നല്ലതൊന്നും ചെയ്യാൻ പാടില്ല എന്നാ പറയാം. സിനിമ കാണാം, കത്തിക്കുത്ത് നടത്താം, കള്ള് കുടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. സീരിയല് കാണാം, ഗീബത്ത് പറയാം, തനി വെടായി പൊട്ടിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നല്ലതൊന്നും പാടില്ല. ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പ്രസവത്തിന് കൊണ്ടുവരാൻ പാടില്ല, കാണാൻ പോക്ക് പാടില്ല. ഒരു പെണ്ണിനെ കണ്ട് മിഠായി കൊടുത്തിട്ടുണ്ട് ഒരു ഓർപ്പിക്കല്, അതിന് മുഹറം 10ന്റെ അടി പോകാൻ പാടില്ല. ഇങ്ങനെ നല്ലതൊന്നും പാടില്ല എന്നുള്ളൊരു ധാരണ വന്നിട്ടുണ്ട്, ഒരു തെറ്റായ ധാരണ. അത് പൂർവീകരായ ആളുകള് മുഹറം 1 മുതൽ 10 വരെ നോമ്പ് നോറ്റിരുന്നു. കാരണം റമളാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പ് വിൽക്കാൻ വളരെ കൂലുള്ള മാസമാണ് ഇത് മുഹറം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ്
പ്രബല നോമ്പ് 9ഉം 10ഉമാണ്. എന്നാ 1 മുതൽ 10 വരെ തന്നെ നോമ്പെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആദ്യം. അപ്പൊ മുഹറം 10 കഴിഞ്ഞോട്ടെ എന്ന് പറയാൻ കാരണം എന്തെങ്കിലുമൊക്കെ ചായ പരിപാടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നോമ്പ് നിൽക്കുന്നവർക്ക് പ്രശ്നമാവും. അതുകൊണ്ടാണ് സൽക്കാരം കല്യാണം മുഹറം 10ന്റെ ഇടയിൽ ഒഴിവാക്കാനുള്ള കാര്യം അത്. അപ്പോൾ ഓഡിറ്റോറിയൊക്കെ ഒഴിവാക്കി കിടക്കണം. മുഹറം 10 കഴിഞ്ഞിട്ട് ഇനി കല്യാണം ഉണ്ടാവില്ല. കച്ചവടമൊക്കെ വളരെ മോശമാണ്. എന്താ ചെയ്യാ? ചിലതൊക്കെ മൂടുറച്ചു പോയാൽ മാറി കിട്ടാനുള്ളൊരു പ്രയാസം. മയ്യത്ത് കുളിപ്പിക്കാൻ ചുടുവെള്ളം വേണമെന്ന് പറഞ്ഞ പോലെയാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ സാധാ വെള്ളമാണ് വേണ്ടത്, തണുത്ത വെള്ളം. തണുപ്പിക്കണ്ടെന്ന് മാത്രം, സാധാ തണുത്ത വെള്ളമാണ്. പക്ഷെ ചില ആളുകൾ മരിച്ച ചെമ്പ് വേഗം അടുപ്പത്ത് വെച്ചു, വേഗം കത്തിച്ചോളി എന്ന് പറയും. അതെന്തൊരു വലിയ സംഭവമായിട്ട് കാണാൻ ഒരു അബദ്ധാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. സഹോദര, സൂക്ഷ്മമായി നോക്കൂ. ഞാൻ സാന്ദർഭികമായിട്ട് ഇതിന്റെ അടിയിൽ കൊടുക്കാൻ കാരണം മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ ടൈമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അദ്ദേഹം വലിയൊരു തെറ്റൊന്നല്ല ചെയ്ത്. എന്നിട്ടും അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം മോമിനിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടാവും. ആ തെറ്റുകൾ പൊറുക്കപ്പെടാൻ അള്ളാഹുവോട് ദുആ ചെയ്യാൻ പറ്റിയ ടൈമാണിത്. പ്രത്യേകിച്ച് മുഹറം 10ന്റെ നോമ്പോടുകൂടെ ഒരു കൊല്ലത്തെ എല്ലാ ദോഷങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരുമത്രേ. തർക്കമില്ലാത്ത നോമ്പാണല്ലോ അറഫ നോമ്പ്. അതുപോലെ തന്നെ ആശൂറാ, കാസുവാ, മുഹറം 9ഉം 10ഉം. ഈ നോമ്പുകളുടെ വിഷയത്തിലൊന്നും എന്തില്ല, യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ നമ്മളൊരു തെറ്റ് നമ്മൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുറ്റബോധം വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾ ഈത്തപ്പഴത്തിന്റെ കച്ചവടം നടത്തുന്ന ഒരാള് അദ്ദേഹത്തിന്റെ അരികൊരു പെണ്ണ് ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി വന്നു അത്രേ. അങ്ങനെ ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ആരും ആ കടയിൽ ഇല്ലാത്ത സമയമാണ്. അപ്പൊ ഇബ്ലീസ് ഇടപെട്ടു. ഒരു പെണ്ണും ഒരാണും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയ പ്രശ്നമാണല്ലോ. ഒറ്റക്ക് കിടക്കാൻ സാധ്യതയുണ്ട്. അർശിന്റെ തണൽ കിട്ടും. പെണ്ണ് ഇങ്ങോട്ട് ആവശ്യപ്പെടാണ് പുരുഷനോട്, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാനെ പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കെണിവലയിൽ നിന്ന് രക്ഷപ്പെടണം. ഇയാളെന്ത് ചെയ്തു? ആരുമില്ല എന്ന് കണ്ടപ്പോ ഈ പെണ്ണിനെ നല്ല ഈത്തപ്പഴം അകത്താണെന്ന് പറഞ്ഞ അകത്തേക്ക് വിളിച്ചു. ആ പെണ്ണിനോട് അപമര്യാദയായിട്ട് പെരുമാറി. പക്ഷെ പിന്നെ ഭയങ്കര കുറ്റബോധമായി. അള്ളാന്റെ തിരുതോട് അരികെ ചെന്ന് കരഞ്ഞു. തെറ്റ് സംഭവിച്ച അങ്ങനെ അവസാനം തീരുമാനമായി. അള്ളാഹു താല ഖുർആനിൽ ഒരു ആയത്തിറക്കി, നന്മകള് തിന്മകളെ ഇല്ലാതെയാക്കും എന്നുള്ളൊരായത്ത്. ആ ആയത്തിറങ്ങിയപ്പോ നബി തങ്ങൾ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു, നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക. അത് കാരണത്താൽ സംഭവിച്ചു പോയ ചെറിയ വീഴ്ച അള്ളാഹു താല പരിഹരിച്ചു തരുന്നു പഠിപ്പിച്ചു. ഇതാണ് ഒരു തെറ്റ് സംഭവിച്ച കുറ്റബോധം. ചരിത്രത്തിലെ എത്ര ഉദാഹരണങ്ങൾ കാണാം. അള്ളാന്റെ തിരുദൂതരുടെ അരികെ വന്ന് ഒരാൾ വല്ലാതെ കരഞ്ഞു. എന്താ കാരണം? ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. റസൂൽ ചോദിച്ചു, എന്താ നിങ്ങൾ സാറില്ല, അള്ളഹാനോട് പറഞ്ഞാൽ മതി. അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാൻ വലിയ തെറ്റാ ചെയ്തത്. റസൂൽ ചോദിച്ചു, ആകാശങ്ങളെക്കാൾ വലുതാണോ താങ്കൾ ചെയ്ത തെറ്റ്? അതേ നബിയെ. ഭൂമിയേക്കാൾ വലുതാണോ? അപ്പോഴും പറഞ്ഞു അതെ. സൂര്യനേക്കാൾ വലുതാണോ? അപ്പോഴും പറഞ്ഞു അദ്ദേഹം അതെ. റസൂൽ അത്ഭുതത്തോടുകൂടെ ചോദിച്ചു, അള്ളാന്റെ അർശിനേക്കാളും വലുതാണോ നീ ചെയ്ത തെറ്റ്? അതേ നബിയെ. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. റസൂൽ ചോദിച്ചു, കുർസിയിനേക്കാൾ വലുതാണോ? അതേ നബിയെ. റസൂൽ അവസാനം ചോദിച്ചു, അള്ളാഹുവിനേക്കാളും വലുതാണോ സഹോദര താങ്കൾ ചെയ്ത തെറ്റ്? അള്ളാന്റെ മഗ്ഫിറത്തിനേക്കാളും വലുതാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല. എന്നാ പിന്നെ പ്രയാസപ്പെട്ട് പഠിച്ചോണ്ട് പറഞ്ഞാൽ മതി. റസൂൽ ചോദിച്ചു, അല്ല, എന്താ താങ്കൾ ചെയ്ത തെറ്റെന്താ? അദ്ദേഹം പറഞ്ഞു, നബിയെ, ആരെങ്കിലും മരിച്ചാൽ ആരും കാണാതെ അന്ന് രാത്രി ഞാൻ ഖബർ തുറക്കും, മയ്യത്ത് പുറത്തെടുക്കും, ആ കഫം പുടവ ഞാൻ വലിച്ചെടുക്കും, ആ തുണി അത് എന്നിട്ട് കഴുകി ശുദ്ധിയാക്കി ഞാൻ വിൽപ്പന നടത്തും, ആരും അറിയാതെ. അങ്ങനെ വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. ഒരു പെണ്ണിന്റെ ചെറുപ്പക്കാരിയുടെ മയ്യത്ത് മറവ് ചെയ്ത അന്ന് ഞാൻ ഇതുപോലെ ഖബർ തുറന്നു, കഫം പുടവ ഞാൻ വലിച്ചൂരി. പെട്ടെന്ന് നബിയെ, ഞാൻ ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ ഒരുങ്ങി, മയ്യത്തിന്. അങ്ങനെ ഒരു തെറ്റ് എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞു, പോകണം. റസൂൽ പറഞ്ഞു, എന്റെ മുന്നിൽ നിന്ന് പോകണം എന്നാണ്. റസൂൽ അത്ര വലിയ തെറ്റ് അയാൾ ചെയ്തതെന്ന് പ്രതീക്ഷിച്ചില്ല. അയാൾ ഓടിച്ചു, പോകാൻ പറഞ്ഞു. ഇനി നോക്കണം, അയാളെ കുറ്റബോധം നോക്കണം. അദ്ദേഹം നേരെ മരുഭൂമിയിൽ പോയി. മരുഭൂമിയിൽ പോയി ഒരിടത്ത് അദ്ദേഹം ഒറ്റക്ക്, ഭക്ഷണമില്ല, വെള്ളമില്ല.
അദ്ദേഹം സുജൂദിൽ കടന്ന് പ്രാർത്ഥിച്ചു, അള്ളാഹുവോട് തൗബ ചെയ്തു. അവസാനം പറ്റേ അവശനായി, ഒന്നിനും കഴിയാത്ത അവസ്ഥയായി. ഒരാഴ്ച പിന്നിട്ടപ്പോ ജിബ്രീൽ എന്ന മലക്ക് വന്ന് നബിയോട് ചോദിച്ചു, നബിയെ, തെറ്റ് ചെയ്ത ആളുകളുടെ ദോഷം പുറത്തു കൊടുക്കുന്നത് താങ്കളാണോ അതോ അള്ളാഹുവോ? അള്ളാഹുവോ. എന്നാ നബിയെ, ഒരാഴ്ച മുമ്പ് എന്തിനാണ് ഒരാളെ താങ്കൾ പറഞ്ഞയച്ചത്? ഒരാളെ താങ്കൾ പറഞ്ഞയച്ചില്ലേ, അതെന്തിനാ? അയാൾ ഇന്നാലിന്ന മരുഭൂമിയിൽ അവശനായിട്ട് കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ തെറ്റുകളല്ല പുറത്തു കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരം അറിയിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു വിളിച്ചു, വേഗത്തിൽ പോകാൻ പറഞ്ഞു. മരുഭൂമിയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട്, അവശനായിട്ട് കിടക്കുന്നുണ്ടാവും, അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുവരുമെന്ന് കൊണ്ടുവന്നു. അദ്ദേഹം പറ്റേ തളർന്നിട്ടുണ്ട്. മദീന പള്ളിയിൽ അവരെത്തുമ്പോഴേക്കും മഗ്‌രിബിന് ബാങ്ക് വിളിച്ചു. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഹ്റാബിലേക്ക് കയറി. അള്ളാന്റെ തിരുദൂതൻ മിഹ്റാബിലേക്ക് കയറിയ ഉടനെ നിസ്കാരം തുടങ്ങി. ഈ സന്ദർഭത്തിൽ ഇവരും നിസ്കാരം തുടങ്ങി. ബാക്കിൽ നിന്നു, ഈ തളർന്ന ആള് ബാക്കിൽ നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ. അതിന് ഓതേണ്ട താമസം ബേക്കലെ സൊഫിൽ ഇയാൾ മരിച്ചു വീണു എന്നാണ് കഥ. ഇത് മരിച്ചു. ആര്? ഈ തെറ്റേതാണ്. നിസ്കാരം കഴിഞ്ഞ ഉടനെ അള്ളാഹുവിന്റെ തിരുദൂതർ ആളുകളോട് പറഞ്ഞു, സ്വർഗത്തിലുള്ള ഒരാളെ കാണണമെങ്കിൽ കണ്ടോളൂ ഈ മനുഷ്യനെ, ഇയാള് സ്വർഗത്തിന്റെ അവകാശിയാ. എന്താ കാരണം? ആജാദി തൗബ ചെയ്തത് മാത്രമല്ല, മനസ്സ് പൊട്ടി. ഇപ്പൊ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഒരു പഠന പാകിസ്ഥാൻകാർ പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ വാർത്ത അറിഞ്ഞ ഉടനെ അദ്ദേഹത്തിന്റെ വല്യമ്മ തളർന്നു വീണ് മരിച്ചു. നമ്മൾ പത്രത്തിലൂടെ വായിച്ചു. അത് താങ്ങാൻ കഴിയാത്ത വാർത്ത കേട്ട ആള് മരിക്കും, ഹൃദയം പൊട്ടി മരിക്കുക നമ്മൾ പറയും. ഇവിടെ ഈ സ്വഹാബിന്റെ ഹൃദയം പൊട്ടാനുള്ള കാരണം എന്താ? ഇയാളുടെ ഹൃദയം പൊട്ടാനുള്ള കാരണം അള്ളാഹ് പറയുന്നെന്താ? അൽഹാകുമുത് തകാസുർ, അൽഹാകുമുത് തകാസുർ, ദുരഭിമാനം നടിക്കൽ നിങ്ങളെ ശ്രദ്ധയില്ലാത്തവരാക്കി. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ശ്മശാനം സന്ദർശിക്കുന്നത് വരെ, ഖബർസ്ഥാൻ സന്ദർശിക്കുന്നത് വരേക്കും നിങ്ങളുടെ അവസ്ഥ എങ്ങനായിരിക്കും? ഖബർസ്ഥാൻ സന്ദർശിച്ചാൽ നിങ്ങളുടെ അവസ്ഥക്ക് മാറ്റം വരുന്നതാണ്. അപ്പൊ ഇദ്ദേഹം ചിന്തിച്ചത് എന്താ? പടച്ചോനെ, ഞാൻ എത്ര ഖബർ കണ്ടു, ഖബർ തുറന്നിട്ട് മയ്യത്ത് പുറത്തെടുത്ത് ഒരു മാറ്റം വന്നില്ലല്ലോ. അതിന് ചിന്തിച്ച് അള്ളാഹുവിനെ പേടിച്ച് അദ്ദേഹം മരിച്ചു വീണുന്നാണ് സ്വർഗത്തിന്റെ അവകാശം. ആ തെറ്റ് സംഭവിച്ച റബ്ബിനോട് പറഞ്ഞ ഒരു പ്രശ്നമില്ല. സഹോദരാ, ഈ ആയത്തുകൾ നൽകുന്ന സന്ദേശവും അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷ ബീവിയോടും ഹഫ്സ ബീവിയോടും പറയുന്നത്, ഇൻ തതൂബാ ഇലല്ലാഹ്, നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അതാണ് നല്ലത്, അള്ളാഹു അത് സ്വീകരിക്കും. ഫഖദ് സഗത് ഖുലൂബുകുമാ, നിശ്ചയമായും നിങ്ങളുടെ ഹൃദയങ്ങൾ, രണ്ടുപേരുടെ ഹൃദയവും തെറ്റിപ്പോയിട്ടുണ്ട്, ശരിയാക്കണം അത്. വഇൻ തളാഹറാ അലൈഹി, നിങ്ങളെങ്ങാനും ആ നബിക്കെതിരെ അന്യോന്യം സഹായിച്ചാൽ ഫഇന്നല്ലാഹ ഹുവ മൗലാ, തീർച്ചയായിട്ടും അള്ളാഹു നബിയുടെ സഹായിയാകുന്നു. അത് നിങ്ങൾ ആലോചിച്ചോളി. അത് അല്ലാഹു തആല ഖുർആനിൽ വേറെയും പറയുന്നുണ്ട് അല്ലേ? ഇല്ലാ തൻസുറൂ ഫഖദ് നസറഹുല്ലാഹ്. തൗബ സൂറത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ ആരും നബിയെ സഹായിച്ചിട്ടില്ലെങ്കിലും അല്ലാഹു നബിയെ സഹായിക്കുന്നതാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫഇന്നക ബിഅയ്യുനിനാ, നബിയെ താങ്കൾ നമ്മുടെ സംരക്ഷണത്തിലാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വല്ലാഹു യഅ്സിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് നബിയെ താങ്കളെ അല്ലാഹു സംരക്ഷിക്കുന്നതാണ്. നബിക്ക് എല്ലാ നിലക്കും അല്ലാഹു പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അള്ളാന്റെ സഹായം എപ്പോഴും നബിക്കുണ്ടാവും. വേറെ സൗറിലെ സഹായത്തെ പറ്റിയാണ് തൗബ സൂറത്തിൽ പറയുന്നത്. ഉമയ്യത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആറ് സൗറിന്റെ മുകളിലെത്തിയ ആ ഗുഹാമുഖത്ത് എത്തിയിട്ടും അവർക്കതിന്റെ ഉള്ളിലേക്കൊന്നും നോക്കാൻ തോന്നിയില്ല. നബിയെ പിടിക്കാമെന്നവരാണ് അവർ. ഒരു ചിലന്തി അതാ വലകെട്ടി, ചിലന്തി വലകെട്ടി. അതുകൊണ്ട് ആ ചിലന്തി രക്ഷപ്പെട്ടു. മഹാന്മാരെ സ്നേഹിച്ചാല് അവരോടുകൂടെ സ്വർഗത്ത് കിടക്കുന്നത്. അസ്ഹാബുൽ കഹ്ഫിനെ സ്നേഹിച്ചതൊരു നായയാണ്. നനവോടുകൂടെ തൊട്ടാ 7 വട്ടം കഴുകേണ്ട നായ അവിടെ രക്ഷപ്പെട്ടു. നായ ആയിക്കോട്ടെ.
അസ്ഹാബുൽ കഹ്ഫിനോടുകൂടെ സ്വർഗത്തിൽ കിടക്കുമാനായ അതേസമയത്ത് പല്ലി പ്രശ്നക്കാരനായി. എന്തേ കാരണം? മഹാന്മാരെ കൂടെ നിന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിലെറിയുമ്പോ ആ തീ അതിലേക്ക് ഊതിയിട്ട് ആളി കത്തിക്കാനാണ് പല്ലി ശ്രമിച്ചത്. അത്ര ആ പല്ലിക്ക് പ്രശ്നം. ഇവിടെ നോക്കൂ നിങ്ങൾ, ചലന്തി ഒരു വല കെട്ടി. ആ വല കാരണം അതിന്റെ ഉള്ളിൽ ആളില്ലാന്ന് കരുതി. ഇതാണ് അള്ളാന്റെ സഹായം. എന്തായിരുന്നാലും അള്ളാഹു ഇവിടെ പറയുന്നത് ആയിഷ ബീവിയോടും ഹഫ്സ ബീവിയോടും ആണ് ഈ പറയുന്നത് എങ്കിലും വിഷയം എല്ലാവർക്കും ബാധക. പിന്നെ പറയുന്നത് ജിബ്രീൽ, ജിബ്രീൽ എന്ന മലക്ക് നബിയുടെ സഹായിയാകുന്നു. പിന്നെ പറയുന്നതോ വസ്വാലിഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്നുള്ള സദ്വൃത്തരും അള്ളാന്റെ തിരുദൂതരുടെ സഹായിയാകുന്നു. അവിടെ വലിയൊരു പോയിന്റ്. അപ്പൊ സ്വാലിഹുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രധാനമായിട്ടുള്ള വിവക്ഷ മരണപ്പെട്ടു പോയ അമ്പിയാക്കളാകുന്നു. അപ്പൊ ഇതിനെന്ത് മനസ്സിലായി? മരിച്ചുപോയ ആളുകൾക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ കഴിയുന്നുള്ള രേഖ അതിലുണ്ട്. സഹോദര, നമ്മൾ സഹായം എന്തായാലും 4 രൂപത്തിലാ. ജീവിച്ചിരിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കും, മരിച്ച ആളുകൾ മരിച്ചവരോട്, മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരോട്, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട്. ഇത് 4 നടക്കുന്നതാണ്. ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടും. സാധാരണ നമ്മൾ ചെയ്യാറില്ല അല്ലെ? ജീവിച്ചിരിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന ആളുകളോട് സഹായം തേടൽ സാധാരണ നടക്കുന്നതാ. സഹോദര, ഒരു 10,000 റുപ്യ ആവശ്യം ഉണ്ടായിരുന്നു, ഉണ്ടോ? ഓക്കെ, ഉണ്ടോ? സഹായം തേടി. ജീവുള്ള ആള് 10,000 റുപ്യ ജീവുള്ള ആളോട് ചോദിച്ചു. മരിച്ചുപോയവർ മരിച്ചുപോയവരോട് നാളെ മഹ്ശറിന്നാണ്. മരിച്ചുപോയ മനുഷ്യന്മാര് മരിച്ചുപോയ പ്രവാചകന്മാരോട് നാളെ സഹായം തേടും, രക്ഷപ്പെടുത്തണം, വലിയ പ്രയാസത്തിലാണ്. അതവിടുന്ന്. മരിച്ചുപോയ ആളുകൾ ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടും ദുനിയാവുന്നു. ഒരു മുഅ്മിനായ മനുഷ്യൻ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനാണ് ആ മയ്യത്ത് എന്നുണ്ടെങ്കിൽ കട്ടിലിൽ കിടന്ന് അദ്ദേഹം പറയുന്നുണ്ട്, എന്ത്? ഖദ്ദിമൂനി, ഒന്ന് വേഗം കൊണ്ടുപോകൂ. അറബിയാൾ ആ കാര്യം ശ്രദ്ധിക്കും. മരിച്ച വേഗം എന്ത് ചെയ്യും? മറവയുള്ള പണിയാണ്. കാരണം എന്താ? ഒരു ഈമാനുള്ള ആളാണെങ്കിൽ സഹോദര, കബറിൽ എന്തൊരു സുഖാര്യങ്ങൾ. ജിബ്രീൽ എന്ന മലക്ക് മരിക്കുമ്പോ സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത. പള്ളിക്കാട്ടിലെ കബറ് വളരെ ചെറുതാ, കുറെ ആളുകൾക്ക് കിടക്കാനുള്ള വളരെ ചെറുതാ അല്ലേ? ജസ്റ്റ് ഒരാൾക്ക് കിടക്കാൻ മാത്രം. നല്ല തടിയുള്ള ആളുകൾ മരിക്കുമ്പോ അപ്പോഴും കബറ് പഴയ രൂപത്തിൽ കുഴിച്ചിട്ട് ഇയാളെ കുത്തിക്കൊള്ളിക്കേണ്ട ആവശ്യമില്ല, അതിനനുസരിച്ച് വിശാലതാക്കണം. സഹോദര, എന്നാൽ നോക്കൂ, മുഅ്മിനാണോ നോക്കത്താ ദൂരത്തോളം ആ ഖബറതാ വിശാലമാവുകയാണ്. നോക്കത്താ ദൂരത്തോളം ആ ഖബർ വിശാലമാകും. അപ്പൊ ഈ മരിച്ച ആൾക്ക് ആ ഖബറിൽ വേഗം എത്താൻ വെമ്പൽ കൊള്ളാണ്. അതാണ് നമ്മൾ വേഗം എന്ത് ചെയ്യണം. ചിലയിടത്തൊക്കെ നമ്മൾ മയ്യത്ത് നിസ്കരിക്കാൻ പോയാണ്ടല്ലോ, മയ്യത്ത് പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും, ആളുകളൊക്കെ സൊഫെട്ടിയിട്ടുണ്ടാവും, അടുത്തടുത്ത് നിന്ന് സൊഫെട്ടിയിട്ടുണ്ടാവും, ഭയങ്കര ചൂടായിരിക്കും. ആ സമയത്തേക്കാരും ചിലപ്പോൾ പറയാ, നമ്മുടെ ഡാഷ് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട്, ഇന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം, അതുവരെ എല്ലാവരും മയ്യത്തിന് വേണ്ടി ദിക്ർ ചൊല്ലിക്കോളും. ഒരു പണി കൊടുക്കണം. അതൊക്കെ സഹോദര മോശമാണ്. അതൊക്കെ മോശമാണ്, അതിന്റെ ആവശ്യമില്ല. ഒരു സ്ഥലത്ത് നടന്ന സംബന്ധങ്ങൾ വിഷമം തോന്നും. ഓരോ ആളുകൾ ജാട കാണിക്കാണ്. ഡാഷ് വലിയൊരു ഷെയ്ഖിന്റെ പേര് പറഞ്ഞിട്ടേ പുറപ്പെട്ടിട്ടുണ്ട്, പിന്നെ വരുന്നുണ്ട്, പിന്നെ എല്ലാവരും ക്ഷമിക്കണം എന്നാണ്. എന്നിട്ട് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉസ്താദ് ബെൻസ് കാറിലാണ് വരുന്നത്, മയ്യത്തിന് മുന്നിൽ വെച്ചിട്ട് ഒരൊറ്റ അടി കൊടുക്കണം. അപ്പോ വെള്ളം ചോദിക്കണം ആ ജാതിയാണ്. അപ്പൊ അവിടെ തന്റെ നേതാവിന്റെ മഹത്വം പറയാൻ അവിടെ മിഹ്റാബ് ഉപയോഗിക്കാണ്, മൈക്ക് ഉപയോഗിക്കാൻ. സഹോദര, അവിടെ ജഗപകാക്കേണ്ട ആവശ്യമില്ല. കാരണം ആ മയ്യത്തിന് എത്രയും പെട്ടെന്ന് പള്ളിക്കാട്ടിലെത്തുക നല്ലത്. ആള് നല്ല ആളാണെങ്കിൽ അയാൾ വമ്പൽ കൊള്ളാണ്, മോശമാണെങ്കിൽ കൂടുതൽ അവിടെ വെക്കണ്ടെന്നുള്ളതാണ്. എന്താ മയ്യത്ത് കൊണ്ടുപോകുമ്പോ സാവകാശാക്കരുത് എന്ന് പറഞ്ഞത്? ഓടാൻ പാടില്ല, അത് ആഭാസവും. എന്നാൽ ഒരു മിതമായ സ്പീഡിൽ പോകണം, പറ്റ സാവകാശാക്കരുത്. അതിന് വിധങ്ങൾ കാരണം പറഞ്ഞാൽ എന്താ? അയാൾ നല്ല ആളാണെങ്കിൽ വേഗം കബറിലെത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പൊ മോശമാണെങ്കിലോ, അപ്പൊ നിങ്ങളുടെ പെരടിയിൽ കൂടുതൽ അയാളെ വക്കല് മോശമാണെന്നാണ്, എന്നാലും വേഗം കൊണ്ടുപോകണം. ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദര, ഒരു മയ്യത്ത് നല്ല മയ്യത്താണോ, എന്നെ വേഗത്തിൽ കൊണ്ടുപോകൂ, എന്നെ വേഗത്തിൽ കൊണ്ടുപോകൂ എന്ന് പറയും. ഈ മയ്യത്ത് നിസ്കാരത്തിന് സഹോദര ഓതുർത്ത ആളുകളും കൂടി ഇങ്ങോട്ട് ഒരു തീരെ ഒരു 2 മിനിറ്റ് ഒരാൾ വെയിറ്റ് ചെയ്യരുത് എന്നല്ലട്ടോ അതിന്റെ അർത്ഥം. അങ്ങനെ തെറ്റായിട്ട് മനസ്സിലാക്കരുത്.
നന്മ ഉദ്ദേശിച്ച് ചിലപ്പോൾ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത ആള് വരുന്നുണ്ടാവും, കരിപ്പൂര് അതിനായിട്ട് വന്ന് ഇറങ്ങിയതേക്കാരും 10 മിനിറ്റ് കൊണ്ട് കാത്തിക്കാതിരിക്കരുത്. അവിടെ നമ്മൾ ക്ഷമിക്കണം. ഇതെല്ലാം സംഘടന ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ജഗപോകാക്കുന്നുണ്ട്. ആള് സുഖമില്ലാതെ കിടക്കുമ്പോ തിരിഞ്ഞു നോക്കൂല, മേത്തുനിന്ന് എന്തെങ്കിലും ചിലവോ. ആള് സുഖമില്ലാതെ കിടക്കുമ്പോ അയാൾക്ക് സഹായം ആവശ്യമുള്ള സമയത്ത് ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടാവില്ല. മരിച്ചത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ജഗപകാക്ക ക്ഷണിക്കാതെ വരികയാണ് ചില ആൾക്കാർ. നിങ്ങൾ ദിക്റല്ല പറഞ്ഞ അത് തക്കാരത്തിനുണ്ടല്ല വരവ്. എന്റെ നാട്ടിലുള്ള ഒരാൾ കാട്ടിയ പോലെ കാട്ടും. രസകരമായ സംഗതിയാണ്. അതായത് പുതിയാപ്പള ആദ്യമായിട്ട് വിരുന്നിറക്കാൻ വന്നപ്പോ ചെറുപ്പക്കാർക്കൊരു വരവ്, സുഹൃത്തുക്കൾക്ക് പറയാതെ 4-5 ആൾക്കാർ വന്നിട്ട് ഉള്ള ചോറൊക്കെ തിന്നുപോലും പോവുക. നാളെ കുതിരാക്കുന്ന ഒരു പരിപാടി. എന്റെ നാട്ടിൽ അങ്ങനെ വന്നു ഒരു സഹോദരന്റെ വീട്ടിൽ. അപ്പൊ ആ വീട്ടിലെ ആള് ഒരു തമാശക്കാരനാ. അങ്ങനെ മരുമകനും വിരുന്ന് വന്നു. മരുമകന്റെ സുഹൃത്തുക്കൾ കുറച്ച് കഴിഞ്ഞാൽ വരാണ്ടെന്നുള്ള സാധ്യത ഇയാൾ അറിഞ്ഞു. ഇയാൾ എന്ത് ചെയ്തു അറിയോ, ഒരു പായൊക്കെ ഇട്ടിട്ട് മുസല്ലൊക്കെ വെച്ച് അവിടെ റെഡിയാക്കി, 2 തലയിണിയും വെച്ചു, സെബീനി അവിടെ വെച്ചു. ഇവർ ചോറിനാൻ വേണ്ടി വന്നതാ. ഇയാൾ അങ്ങോട്ട് ഇരുത്തി. ഒരു 2-3 ദിവസം മൗലൂദ് ഓദിച്ചിട്ട് ചോറും കൊടുത്ത് വന്നേച്ചു. ഇനി ഓല് പോകുമ്പോൾ ഒരു പേടി ഉണ്ടാവും. നല്ല പരിപാടി, ഏതായാലും നിങ്ങൾ വന്നതല്ലേ, ഇരിക്കുക, നമുക്ക് 2 ദിവസം മൗലൂദ് ഓതുക. അങ്ങനെ മങ്കൂസ് മൗലൂദ് ഓതിയിട്ട് ഓലെ കൊണ്ട് ജവാബൊക്കെ നല്ല ചെല്ലിച്ച് ഇടങ്ങാറായി. എനിക്ക് അയാളങ്ങനെ കിട്ടിയാൽ നല്ലൊരു ചായ വാങ്ങി കൊടുക്കും. കേട്ടപ്പോ എന്റെ സുഹൃത്തിന്റെ അയൽവാസിയാ. അങ്ങനെ തന്നെ അതൊക്കെ നിൽക്കുള്ളൂ. ഞാൻ പറയുന്നത് സഹോദര വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോ മരിച്ച ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത്, ആ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾ പറയും ഖദ്ദിമൂനി എന്ന് പറയുന്നത്, പെട്ടെന്ന് കൊണ്ടുപോകും. അത് സഹായം തേടുള്ളൂ. മരിച്ച മയ്യത്ത് ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടാം. പക്ഷെ നമ്മൾ കേൾക്കാത്തതുകൊണ്ടാണ്. അത് കേൾക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ വാപ്പാന്റെ മയ്യത്തുണ്ടാകുമ്പോ വാപ്പ വേഗം കൊണ്ടുപോകൂ, സ്വർഗം കിട്ടിയെന്നുള്ള നിലക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി കാണും. നേരെ മറിച്ച് കൊണ്ടുപോകല്ലേ എന്ന് പറയും ഈമാൻ അല്ലെങ്കിൽ. അതങ്ങനെ നമ്മൾ കേട്ട സമാധാനം പോകൂലേ. ബാക്കിയുള്ളവർ ചോദിക്കില്ല, എന്റെ വാപ്പാക്ക് ഈമാൻ കിട്ടിയില്ലല്ലേ, എന്താ ചെയ്യാ, എന്റെ മകന് ഈമാൻ കിട്ടിയില്ലല്ലേ, എന്റെ ഭാര്യക്ക് ഈമാൻ കിട്ടിയില്ല എന്നറിഞ്ഞു കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് ബഹളം വെച്ചു അല്ലേ എന്ന് ചോദിച്ചാൽ സഹോദര സമാധാനം ഉണ്ടാവൂല. നാൽക്കാലികൾക്ക് അത് കേൾക്കാൻ കഴിയും. അത്രേ സാക്ഷാൽ പോത്തിനത് കേൾക്കാൻ കഴിയും. അള്ളാഹു താല ഓരോന്നിനും ഇതിന്റെ കഴിവ് കൊടുക്കണം. ഇവിടെ നോക്കൂ, അള്ളാഹു താല പറയുന്നത്, അള്ളാഹു താല പറഞ്ഞത് മുഅ്മിനീങ്ങളിൽ സദ്വൃത്തർ എന്ന് പറഞ്ഞത് മരിച്ചുപോയ പ്രവാചകന്മാരാ. അപ്പൊ മരിച്ച ആളുകൾ ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുന്ന മേഖലയാണ്. ഇനി ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചവരോട് സഹായം തേടുക. നമ്മൾ സാധാരണഗതിയിൽ കുത്തുബിയത്ത് വേദി എല്ലാറുണ്ട്, യാ ഗൗസു യാ മുഹ്യദ്ദീൻ. അപ്പൊ നമുക്ക് സംശയം വരും, മുഹ്യദ്ദീൻ ശൈഖ് എന്നോ മരിച്ചുപോയി, വിളിച്ചിട്ട് എന്താ കാര്യം? പ്രവാചകന്മാർ എന്നോ വഫാത്തായി പോയി, സഹോദര നബിയെ സഹായിക്കുന്ന പറഞ്ഞത്. ഇതൊക്കെ അള്ളാഹുല്ലേ കൺട്രോൾ ചെയ്യുന്ന. നമ്മൾ ബേജാറായിട്ട് എന്താ? നമുക്കിപ്പോ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് തന്നെ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് സഹായം കൊടുക്കണമെങ്കിൽ അള്ളാഹ് കഴിവ് കൊടുക്കണ്ടേ? എനിക്കിപ്പോ ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടുന്നു തരാന് യഥാർത്ഥത്തിൽ ഇത് കൊടുന്നു തന്ന ആൾക്ക് അള്ളാഹ് കഴിവ് കൊടുക്കുന്നാളോ? നിങ്ങളിപ്പോ എന്നോട് ചോദിക്കാണ്, ഉസ്താദേ ഒരു ബിസ്ക്കറ്റും കൂടി 2 ഉണ്ടല്ലോ, ഒന്ന് നമുക്ക് തരുമോ? അപ്പൊ ഞാൻ വിചാരിക്കാണ്, ഈ ഒരു ബിസ്ക്കറ്റ് കൂടി ഇവിടെ നിന്നാണ് ചോദിച്ചാക്ക് എറിഞ്ഞു കൊടുക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഈ ബിസ്ക്കറ്റ് പാക്ക് എന്റെ കയ്യിൽ പിടിച്ചത് ഉയർത്താൻ തത്സമയം അള്ളാഹു തആല കഴിവ് തരുന്നോണ്ടാണ്. അവിടെ മരിച്ചവർ ജീവിച്ചൊരു വ്യത്യാസമല്ല, എല്ലാ കഴിവും അള്ളാഹു കൊടുക്കുന്നു. എല്ലാ കഴിവും ആർക്കും സ്വതന്ത്രമായിട്ടൊരു കഴിവുമില്ല. അതുകൊണ്ടാ സഹോദര, ഹയ്യ അലസ്വലാ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പള്ളിയിൽ നിന്ന് വിളി വരുമ്പോ നമ്മളെന്താ പറയുന്നത്? ഇതാ വരുന്നു എന്നല്ല, ഞാനതാ ഇറങ്ങിയല്ലോ, ഞാൻ ഇവിടെ മൂത്രപരിയെത്തിയില്ലേ, ഞാനിതാ ഹൗലുന്നെത്തി, ഞാനിതാ വണ്ടി ഇറങ്ങി. ഇതൊന്നല്ല മറുപടി കൊടുക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാ കഴിവും ശക്തിയും അല്ലാഹ്ക്ക, നമുക്കൊന്നുമില്ല. പടച്ചനെ വരാൻ വിചാരിച്ചാൽ അവിടെ എത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ കഴിവിന്റെ ഇതാ ഇറങ്ങുന്നു. എല്ലാ കഴിവും അല്ലാഹു തരുന്നത്. ആ സഹോദര അതിൽ നിന്ന് മനസ്സിലാക്കാം, മരിച്ചുപോയ ആളുകൾക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ കഴിയുമെന്ന്. വന്നാസിയാത്തി സൂറത്തിന്റെ വൽമുർസലാത്തി സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇത് കാണാൻ കഴിയും. മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ചില ബന്ധപ്പെടാനുള്ള കഴിവുകളൊക്കെ അള്ളാഹു കൊടുക്കുന്നത്. ആത്മാവിനൊരു കുഴപ്പമില്ലല്ലോ, ആള് മരിച്ചാലും ഒരു കുഴപ്പമില്ല. ആത്മാവ് വലിയൊരു സംഭവമാണ്.
അതുകൊണ്ട് ഇവിടെ നമ്മൾ മുഅ്മിനീങ്ങളിൽ നിന്നുള്ള സദ്വൃത്തർ നബിയെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് അംബിയാ മുർസലുകളാണ്. മരണപ്പെട്ടു പോയ അംബിയാ മുർസലുകൾ, കഴിഞ്ഞുപോയവർ. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നു. വൽ മലായികതു ബഅദ ദാലിക ലഹീർ. അതിനുശേഷം മലക്കുകളും നബിയെ സഹായിക്കുന്നവരാണ്. മലക്കുകളും നബിയുടെ സഹായികളാകുന്നു. അത് ഇതിന് കേട്ട ഈ ആയത്തിന് ഇറങ്ങലോടുകൂടെ, ഇത് ഓതിക്കൊടുക്കലോടുകൂടെ ഐഷബിയും അർസബിയും ഞെട്ടിപ്പോയി. എത്ര ഗൗരവത്തിലാണ് അല്ലാഹുവിന്റെ പ്രയോഗം. വീണ്ടും അല്ലാഹു പറയുന്നത് അസാ റബ്ബുഹു ഇൻ തല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുൻ. അല്ലാഹു പറയുന്നു, അള്ളാന്റെ റസൂല് നിങ്ങളെ എങ്ങാനും ത്വലാഖ് ചൊല്ലിയാൽ നിങ്ങളെക്കാൾ നല്ല ഇണകളെ ആ റസൂലിന് അള്ളാഹു നൽകിയേക്കാം. അസാ റബ്ബുഹു, റബ്ബ് ആയേക്കാം. ഇൻ ത്വല്ലഖകുന്ന, നിങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ എങ്ങാനും വിവാഹമോചനം നടത്തിയാൽ അൻ യുബ്ദിലഹു അസ്വാജാ, ഇണകളെ പകരമായിട്ട് നൽകും. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് ത്വലാഖില്ലാൽ ആയിഷ, ഹഫ്സ, നിങ്ങളെക്കാൾ ഉത്തമരായവളെ അവരെ നാം അള്ളാഹു അവർക്ക് പകരം നൽകും. ഖൈറൻ മിൻകുന്ന, നിങ്ങളെക്കാൾ ഉത്തമരായ പെണ്ണുങ്ങളെ നൽകും. എങ്ങനെ ഉത്തമരായവർ? മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്ത് ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ വഅബ്കാറാ. അല്ലാഹു പറയുന്നത് നിങ്ങളെക്കാൾ നല്ല അനുസരണയുള്ള പെണ്ണുങ്ങളെ മുസ്ലിമാത്ത്, മുഅ്മിനാത്ത്, നിങ്ങളെക്കാൾ നല്ല ഈമാനുള്ളവരെ, നിങ്ങളെക്കാൾ ഭക്തിയുള്ളവരെ, നിങ്ങളെക്കാൾ തൗബ ചെയ്യുന്നവരെ, ഇബാദത്ത് ചെയ്യുന്നവരെ, നോമ്പനുഷ്ഠിക്കുന്നവരെ, കന്യകകളും അതുപോലെ കന്യകകളും അല്ലാത്തവരുമായവരെ, വിധവകളുമായവരെ, നിങ്ങളെക്കാൾ ഉത്തമരായവരെ. ആയിഷ റളിയല്ലാഹു അൻഹ കന്യകയെ നബി കല്യാണം കഴിക്കുമ്പോൾ ഹഫ്സ ബീവി വിധവയായിരുന്നു. ഹഫ്സ ബീവിയുടെ ഭർത്താവ് ഈ ലോകത്തോട് വിട പറഞ്ഞതാ. ഹഫ്സ ബീവിയുടെ ഭർത്താവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ മകളായ ഹഫ്സ ബീവി അള്ളാഹുവിന്റെ റസൂൽ കല്യാണം കഴിക്കുന്നത്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ വിധവല്ല, കന്യകയായിരുന്നു. എന്നാൽ നിങ്ങളെക്കാൾ നല്ല കന്യകമാരെ, വിധവകളെ അള്ളാഹു നബിക്ക് പകരം നൽകും. ഇവിടെ എത്ര വിശേഷണം നൽകിയത്? മുസ്ലിമാത്ത്, അനുസരണം വേണമെന്നുള്ളതാണ്. അള്ളാഹിനെ അനുസരിക്കും. അപ്പൊ ഒന്നാമത്തതാണ് മുസ്ലിമാണ്. അപ്പൊ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുന്നില്ലെങ്കിൽ പോലെ ഞെട്ടിക്കണം റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ. ആ ബാക്കിയുള്ളവർ എത്ര ശ്രദ്ധിക്കണം. സഹോദരാതിന് മാത്രമേ പ്രശ്നം സംഭവിച്ചില്ല, പക്ഷേ നബിയോട് വന്ന എത്ര ചെറുതാണെങ്കിലും വലുതാ. നിങ്ങളെക്കാൾ അനുസരണയുള്ള പെണ്ണുങ്ങളെ, മുഅ്മിനാത്തിന് ഈമാനുള്ള പെണ്ണുങ്ങളെ, നല്ല ഈമാനാ വേണ്ടത്. ആദ്യകാലത്തുള്ള പെണ്ണുങ്ങൾക്കൊക്കെ നല്ല ഈമാൻ ഉണ്ടായിരുന്നു. സുമയ്യ ബീവി അതിന്റെ ഉദാഹരണമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് അതിന്റെ ഉദാഹരണമാണ്. ആസിയ ബീവി അതിന്റെ ഉദാഹരണമാണ്. മറിയം ബീവി അതിന്റെ ഉദാഹരണമാണ്. നബിയുടെ കാലത്തും അതിന്റെ മുമ്പും ഇനി അതിന്റെ ശേഷവും റാബിയത്തുൽ അദവിയ്യയെ പോലെ റളിയല്ലാഹു അൻഹ, നഫീസത്തുൽ മിസ്രിയയെ പോലെ റളിയല്ലാഹു അൻഹ, അവരൊക്കെ എത്രമാത്രം ഈമാനുള്ളവർ. റസൂലുള്ളാഹിന്റെ ഭാര്യമാരൊക്കെ ഭയങ്കര ഈമാന്റെ ഉടമകളാ, മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ് അവർ. എന്നാലും അല്ലാഹു പറയാൻ, നബി എങ്ങാനും നിങ്ങളെ ത്വലാഖ് ചൊല്ലിയാൽ നിങ്ങളെക്കാൾ നല്ലവരെ ആ നബിക്ക് അല്ലാഹു നൽകും. ഖാനിതാത്ത്, നിങ്ങളെക്കാൾ ഭക്തിയുള്ളവരെ. ഭക്തിയുള്ള ഒരു മനുഷ്യന് വേണ്ടത് നല്ല ഭക്തി വേണം, ഭയഭക്തി വേണം. ആണിനും പെണ്ണിനും വേണം. സഹോദര, വൃദ്ധനും കുട്ടികൾക്കും യുവാക്കൾക്കും യുവതികൾക്കും വേണം. ഏത് തുറകളിലുള്ളവരാണെങ്കിലും ഭക്തിയാണ് വേണ്ടത്, ഭക്തിയാണ് വേണ്ടത്. 80 കഴിഞ്ഞ ആള് ബലാത്സംഗം ചെയ്തതിന്റെ വാർത്ത നമ്മൾ കേൾക്കുന്നു. ഭക്തിയില്ലാത്തത് കൊണ്ടാ അല്ലേ? യൗവനത്തിലുള്ള ആളുകളുടെ അവസ്ഥ പിന്നെ പറയാതിരിക്കുക നല്ലത്. ലാബർ റൂമിൽ കയറിയിട്ട് ഗർഭിണിയായ പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ആശുപത്രിയിൽ എന്ന് പറയുമ്പോ ആലോചിച്ചു നോക്കൂ, എന്തിനാ മനുഷ്യൻ നല്ലത്? എന്നിട്ട് ഫോട്ടോ വരാ പത്രത്തില്. 60, 55 വയസ്സായ ആളുകൾ, അവർക്ക് മക്കളും മക്കളും ഉണ്ടാവും. എന്നിട്ട് ഇവർ ഈ ഫോട്ടോ കാണാൻ എന്തിന്റെ പേരില? വാപ്പ ഓടി ജയിച്ചതല്ലത്, അച്ഛൻ ഓടി ജയിച്ചതല്ല. സഹോദര, വിശുദ്ധി പോകുന്നതിന്റെ അടയാളം പറയാ. മുതിർന്ന കുട്ടികള്, പഠിക്കുന്ന കുട്ടികള് തന്റെ സഹപാഠികളോട് ചെയ്യുന്ന ക്രൂരത അത്രേ. റാഗിങ് റോമന പേരിൽ അറിയപ്പെടുന്നുണ്ടല്ലോ. കീഴ്വഴക്കനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുക.
സീനിയേഴ്സ് ജൂനിയേഴ്സിനെ ക്രൂരമായി പീഡിപ്പിക്കുന്നു, കണ്ണ് അടിച്ചു പൊട്ടിക്കുന്നു, പുറത്ത് ബ്ലേഡ് കൊണ്ട് തന്റെ സംഘടനന്റെ പേരെഴുതാണ്, മുറിയാക്കാണ്. ടോയ്ലറ്റ് കഴുകുന്നത് കുടിപ്പിച്ചില്ലേ ഈ അടുത്തൊരു പെൺകുട്ടിയെ മറ്റു പെൺകുട്ടികൾ. ആണും പെണ്ണും വ്യത്യാസമില്ല. അപ്പൊ ഏത് ഫീൽഡിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും സഹോദര, ഭക്തി ഇല്ലാത്തത് കൊണ്ട് ഏത് മതത്തിലാണെങ്കിലും വേണം എന്ന പ്രശ്നങ്ങൾ കുറെ ഒഴിവാകും. പരലോകം രക്ഷപ്പെടണമെങ്കിൽ സത്യവിശ്വാസം സ്വീകരിക്കുമാണ്. ധാർമ്മിക ബോധം വളരെ പ്രധാനപ്പെട്ടതാണ്. മതം വേണ്ട എന്ന് പറയുന്ന യുക്തിവാദികൾ മതം വേണം എന്ന് തിരുത്തി എഴുതാൻ പോവാണ്. കാരണം പട്ടാള ചിട്ട കൊണ്ട് കാര്യമില്ല, ഉള്ളുന്നൊരു കാളിച്ചവർ. ഒരു പിതാവ് മക്കളോട് പറയാ, വീട്ടിൽ ടെലിവിഷൻ ഉണ്ട്, നിങ്ങളെങ്ങാനും സിനിമ കാണുന്നത് ഞാൻ കണ്ടാൽ ഊരെ ഞാൻ മുറിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലെ ആൺകുട്ടി സിനിമ കാണുമ്പോ മകന് എന്ത് ചെയ്യും? ഒരു കുട്ടി സിനിമ കാണുമ്പോ ആ കുട്ടിന്റെ താഴെയുള്ള കുട്ടിനെ ഗേറ്റിങ് നിർത്തും. വാപ്പ വരുന്നുണ്ടെങ്കിൽ ജീവനം പറയട്ടോന്ന്. ഇവൻ കാണല് കഴിഞ്ഞിട്ട് ഷോന് കാണാനുള്ള അവസരം കൊടുക്കും. അപ്പൊ അവന് കാവലിക്കും, ഒരാൾ അഡ്ജസ്റ്റ്മെന്റിലാണ്. വാപ്പ വരുന്നുണ്ടെങ്കിൽ വിവരം പറയണം. അപ്പോൾ TV ഓഫാക്കാനാണ്, ഊരെ പോവും. ഈ പട്ടാളച്ചിട്ട കൊണ്ട് കാര്യമില്ല, ഉള്ളുന്നൊരു കാളിച്ചെണ്ണ വരണം. അള്ളാനെ പേടിക്കണം. വാപ്പ കണ്ടോ ഇല്ല എന്നുള്ളതല്ല, അള്ളാന്റെ റഡാറിൽ പതിയാത്തൊരു സംഗതിയില്ല. അത് വേണം, ആ ഭക്തിയാണ് വേണ്ടത്. ആ ഭക്തി ഇല്ലാത്തതാണ് സകല പ്രശ്നങ്ങളുടെയും കാര്യം. അള്ളാഹു പറയുന്നത്, സഹോദര, അള്ളാഹു പറയുന്നത്, നിങ്ങളെ നബി ത്വലാഖ് ചൊല്ലിയാൽ നിങ്ങളെക്കാൾ അനുസരണയുള്ള, നിങ്ങളെക്കാൾ വിശ്വാസമുള്ള, നിങ്ങളെക്കാൾ ഭക്തിയുള്ള പെണ്ണുങ്ങളെ പകരമാക്കും. പശ്ചാത്തപിക്കുന്ന പെണ്ണുങ്ങളെ, നല്ല പശ്ചാത്തപിക്കുന്ന തൗബ ചെയ്യുന്ന പെണ്ണുങ്ങളെ. തൗബ ചെയ്യാൻ കുറെ തെറ്റ് ചെയ്യണമെന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത നബി തങ്ങൾ ഒരുപാട് തൗബ ചെയ്തു. എല്ലാ ദിവസവും തൗബ ചെയ്തു, വസിയത്ത് ചെയ്തിട്ടേ ഉറങ്ങുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്യും, തൗബ ചെയ്യും. തെറ്റ് ചെയ്തിട്ടല്ല. എല്ലാ നിലക്കും പെർഫെക്റ്റായ അള്ളാന്റെ തിരുദൂതർ പോലും അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം എന്താ? എന്നിട്ട് വീണ്ടും അള്ളാഹു പറയുന്നത്, ആബിദാത്ത്, ആരാധനയെടുക്കുന്ന പെണ്ണുങ്ങൾ, നിങ്ങളെക്കാൾ ആരാധനയർപ്പിക്കുന്ന പെണ്ണുങ്ങളെ അള്ളാഹു തആല നബിക്ക് പകരം നൽകിയേക്കാം. നല്ല ഇബാദത്ത് ചെയ്യുന്ന സായിഹാത്ത്, നോമ്പെടുക്കുന്ന പെണ്ണുങ്ങളെ. നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാ. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇബാദത്താണ് ഏത്? നോമ്പ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന തിങ്കൾ ചൊവ്വ മുഹറം 9, 10 ഒരിക്കലും ഒഴിവാക്കി. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും 6.25 ലക്ഷം ആളുകളെയും അള്ളാഹു തആല രക്ഷപ്പെടുത്തുകയും ഫിർഔനിനെയും അവന്റെ പട്ടാളക്കാരെയും അടക്കം ഒരുപാട് ലക്ഷങ്ങളെ ചെങ്കടലിൽ അള്ളാഹു മുക്കിക്കൊല്ലുകയും ചെയ്തു. അത് മുഹറം 10. അള്ളാഹു നൽകിയ ആ മഹാ അനുഗ്രഹത്തിന് നന്ദിയായിട്ടാണ് യഹൂദികൾ നേരത്തെ നോമ്പ് നോറ്റത്. യഹൂദികൾക്ക് മൂസാ നബിയോടുള്ള കടപ്പാടിനേക്കാൾ നമുക്കാണ്. അതുകൊണ്ട് നമ്മളോട് അള്ളാന്റെ തിരുദൂതർ മുഹറം 10 അതുപോലെ അതിന്റെ തൊട്ടു മുമ്പ് 9 കൂടി നോമ്പ് നോൽക്കാൻ പറഞ്ഞു. അള്ളാഹു വലിയൊരു അനുഗ്രഹമല്ലേ ചെയ്തെന്ന്. ഇസ്രായേലികളെ അള്ളാഹു രക്ഷപ്പെടുത്തി. യാക്കൂബ് നബിന്റെ സന്താന പരമ്പരയാണത്. സ്വച്ഛാധിപതിയായ ഫിർഔനിനെയും കൂട്ടരെയും അള്ളാഹു തആല മുക്കിക്കൊന്നു. വലിയ സംഭവ. ആ വലിയ സംഭവം നടന്ന് മുഹറം 10 അള്ളാഹ്ക്ക് നന്ദിയായിട്ട് നമ്മൾ നോമ്പ് നോൽക്കുന്നു. നല്ല പ്രധാനപ്പെട്ട സുന്നത്തെങ്കിലും നമ്മൾ എന്തായിരുന്നാലും എടുക്കണം. വീട്ടിലൊക്കെ ഒരു നോമ്പിന്റെ ലുക്ക് ഉണ്ടാക്കണം. ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടും. നോമ്പ് നോൽക്കലും അതുപോലെ തന്നെ മുഹറം 10 ഭക്ഷണത്തിൽ വിശാലതയും നല്ലതാണ്. അപ്പൊ ഉച്ചക്ക് ചോറും കൂട്ടാനും ഉണ്ടാക്കണം എന്നല്ല, നോമ്പായിരിക്കുമല്ലോ. മുഹറം 9 നോമ്പ് തുറ ഭംഗിയാക്കിയാൽ മതി. ആ സുന്നത്ത് ആലോചിച്ചിട്ട്. എന്നാൽ 10 രാവിലെ ആയിരിക്കുമല്ലോ മുഹറം 9 നോമ്പ് തുറക്കൽ. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാകും. ആ അടിസ്ഥാനമുള്ളതാണ്. അതേസമയം കണ്ണിൽ സുർമയിടുക, 100 ഇഖ്ലാസ് ഓതുക, ഇതിനൊന്നും എന്തില്ല, കൃത്യമായിട്ട് അടിസ്ഥാനമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുഹറം 10 പ്രധാനപ്പെട്ട സുന്നത്തെന്ന് നോമ്പ് നോൽക്കല. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ഒരുപാട് പ്രവാചകന്മാർക്ക് അനുഗ്രഹം കിട്ടിയ ദിവസം അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. മഴയില്ലാതെ നമ്മൾ വിഷമിക്കുക. ആദ്യമായിട്ട് ചരിത്രത്തിൽ മഴ പെയ്തത് മുഹറം 10. ആദ്യമായിട്ട് മഴ പെയ്തത് മുഹറം 10. എന്ന മലക്കിന് അള്ളാഹു പഠിച്ചത് മുഹറം 10. സുലൈമാൻ നബിക്ക് അള്ളാഹു അധികാരം നൽകിയത് മുഹറം 10. ദാവൂദ് നബിക്ക് വലിയ സ്ഥാനം നൽകിയത് മുഹറം 10. മൂസ നബിയെ രക്ഷപ്പെടുത്തിയത് മുഹറം 10. ഇബ്രാഹിം നബിയെ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറം 10. യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10. റജബ് 10. നൂഹ് നബിയുടെ കാലത്തെ വെള്ളപ്പൊക്കം തുടങ്ങിയത് 6 മാസം ആ വെള്ളം അതുപോലെ നിന്നു. മുഹറം 10 ആ വെള്ളം താഴുന്നത്.
5000-ലധികം മീറ്റർ ഉയരമുള്ള ഗ്രേറ്റ് അറാറത്തിലെ വലിയ പർവ്വതമാണ് ജൂതി. ആ പർവ്വതത്തിൽ ആ കപ്പൽ അണഞ്ഞത് മുഹറം 10. ഒട്ടേറെ സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ. അയ്യൂബ് നബിയുടെ രോഗം അല്ലാഹു മാറ്റിക്കൊടുത്ത മുഹറം 10. അതുകൊണ്ട് നമ്മൾ അന്ന് നോമ്പ് നോൽക്കുന്നു. നോമ്പ് അല്ലാഹുക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാഹു പറയുന്നത്, നിങ്ങളെങ്ങാനും തൗബ ചെയ്ത് മടങ്ങുന്നില്ലെങ്കിൽ, നിങ്ങളെയെങ്ങാനും റസൂല് ത്വലാഖ് ചൊല്ലിയാൽ നിങ്ങളെക്കാൾ നോമ്പെടുക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല പകരം നൽകും. പിന്നെ അവസാനം പറയുന്നത് സയ്യിബാത്തിൻ വ അബ്കാറാ, നല്ല കന്യകകളും വിധവകളുമായ പെണ്ണുങ്ങളെ. അപ്പൊ പിന്നെ ആയിഷബി അഫ്സബി എന്താ തീരുമാനിച്ചത്? ഒരു കരഞ്ഞുപോയി. അങ്ങനെ വേറെയും സംഭവങ്ങളുണ്ട്. മദീന ജീവിതത്തിൽ അള്ളാന്റെ റസൂലിന് നല്ല റാഹത്തായിരുന്നു, നല്ല റാഹത്താ, കുഴപ്പങ്ങളും കലാപങ്ങളൊന്നുമില്ല. അപ്പൊ 8-9 ഭാര്യമാര് നബിയുടെ ചുറ്റും ഇങ്ങനെ ഇരുന്നു. ആയിഷബി പറഞ്ഞു, നബിയെ എനിക്ക് ഇന്നത് വേണം. അഫ്സബി പറഞ്ഞു, എനിക്കും വേണം. ഓരോ ചോദിക്കേണ്ട നല്ല വസ്ത്രം, പിന്നെ മിൻസുള്ള പുതപ്പ്. നമുക്ക് സൗകര്യമായില്ലേ, ഭയമാർക്കൊന്നും അല്ലല്ലോ. ഭാര്യമാരെങ്ങനെ ആവശ്യപ്പെടാണ് എന്നൊക്കെയാണ് ഈ പറയില്ല. എനിക്കൊരു മാക്സി, ഒരു സാരി, ചോളി, അങ്ങനെ ഓരോ പേരുകളുണ്ടല്ലോ. എന്തോ ലോങ് ടോപ്പ്, പിന്നെ ഓരോ സിനിമന്റെ പേര്, സിനിമയെന്നാണെല്ലാം വരുന്നത്. എന്നങ്ങനെ ചോദിക്കും. അന്ന് അനുവദനീയമായതാ ചോദിച്ചത്. റസൂൽ ആരോടൊന്നും ഇല്ല. റസൂൽ അങ്ങനെ ഇരുന്നു. തിരിയാൻ പറ്റുന്ന കാസറ്റാണെങ്കിൽ തിരിഞ്ഞാൽ മതി. എല്ലാവരും ചോദിക്കണം ചുറ്റുപാത്തി. 8-9 ഭാര്യമാർ. റസൂൽ ആരോടൊന്നും പറഞ്ഞില്ല. അല്ലാഹു ആയത്തിറക്കി, നബിയെ നിങ്ങൾ പറഞ്ഞോളി, ദുന്യാവിലെ സുഖവും മറ്റുമാണ് അവർക്ക് വേണ്ടത്, എന്നാ ഞാൻ നിങ്ങളെ ത്വലാഖ് തരാം എന്ന് പറഞ്ഞോളി. നല്ലിൽക്കാണ് പിരിയാൻ നമുക്ക്, കച്ചറ വേണ്ട അല്ലേ? അങ്ങനെ പറഞ്ഞത്. ഫതആലൈൻ, നബിയെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളൂ, വിളിച്ചോളൂ. അത് വരിക എല്ലാവരും. ഉമത്തിയുകുന്ന വ ഉസർരിഹുകുന്ന സറാഹൻ ജമീലാ, ഞാൻ നിങ്ങൾക്ക് മോചന വിഭവം തന്നിട്ട് നല്ല രൂപത്തിൽ നിങ്ങൾ ത്വലാഖ് തരാം. നിങ്ങൾ നല്ല സൗകര്യം തേടി പോയിക്കോളൂ. അല്ല, നിങ്ങൾക്ക് അള്ളയും റസൂലും പരലോകാണ് വേണ്ടത്. എന്താ പറഞ്ഞത്? യാ അയ്യുഹൻ നബി, ഓ നബിയെ, കുല്ലി അസ്വാജ്, അങ്ങയുടെ പത്നിമാരോട് പറഞ്ഞോളൂ. എന്ത് പറഞ്ഞോളൂ? ഇൻ കുൻതുന്ന തുരിദനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, ദുനിയാവും അതിന്റെ ആഡംബരങ്ങളുമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, ഫതആലൈൻ, നിങ്ങൾ ഇങ്ങോട്ട് വരൂ. ഉമത്തിയുകുന്ന വ ഉസർരിഹുകുന്ന സറാഹൻ ജമീലാ, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഞാൻ നല്ല നിലക്ക് നിങ്ങളെ പിരിച്ചു തരാം, ത്വലാഖ് തരാം. നമ്മൾ ത്വലാഖ് ചെല്ലുമ്പോ പെണ്ണ് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം. മുത്തുകാലത്ത് ജീവനാംശമല്ല, അത് സുപ്രീം കോടതി അർത്ഥം വെച്ച് പേശ മരിക്കോളം ചെലവിന് കൊടുക്കണം. ഒരു ചെറിയൊരു സന്തോഷത്തിന് ത്വലാഖ് ചെല്ലുമ്പോ പിന്നെ നമ്മൾ ഓളെ കുറ്റം പറയേണ്ട പോലെ നമ്മളെ കുറ്റം പറയരുത്. അങ്ങനെ ആവണം. പിരിയലാണ് ഖൈർ എന്നുണ്ടെങ്കിൽ പിന്നെ ത്വലാഖുള്ളൂ. അതിന്റെ പേരിൽ വിവാദം ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ത്വലാഖ് ഒരു സൂറത്ത് അടുത്തതിൽ വരാൻ പോകണമെന്ന് നമുക്ക് പറയാം. ഈ ആയത്തൻ ഇറങ്ങി, അതിൽ എല്ലാവരും കരഞ്ഞു. പിന്നെ ആർക്കും പുതപ്പും വേണ്ട, വിരിപ്പും വേണ്ട, മാക്സിയും വേണ്ട, ഒന്നും വേണ്ട, റസൂൽ മതി. വലിയ ഭാഗ്യം അതല്ലേ? റസൂലിന്റെ കൂടെ കിടക്കാൻ ഭാഗ്യം കിട്ടിയെന്ന് തന്നെ വലിയ ഭാഗ്യം. അതിലേറെ വലുതെന്താ? റസൂൽ താന്റെ ഭാര്യമാർ പറഞ്ഞാൽ ഓല ശരീരം നരകത്തിന്റെ തീയിന്റെ ഒരു ശകലം പോലും തൊടൂല. കാരണം നബിന്റെ മേനി തട്ടിയാണ് കാരണം. റസൂലിനോടൊരു സ്വഹാബി എന്താ പറഞ്ഞത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ആയത്തിറങ്ങിയ ശേഷം നബി പറഞ്ഞു, ഞാൻ അധിക കാലം ഉണ്ടാവില്ല, ഒക്കെ എല്ലാവരും തമ്മിലൊക്കെ എന്തെങ്കിലും പൊറുക്കണം എന്നാണ്. ഒരു സ്വഹാബി എന്താ പറഞ്ഞത്? എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടാണ്, ഞാൻ പൊറുക്കൂല. ബദർ യുദ്ധത്തിന് വരി നിർത്തിയിട്ട് സൈനിക പരേഡ് നടത്തുമ്പോൾ നിങ്ങളുടെ പള്ളക്കൊരു കുത്തു തീരുണ്ട്, അതിന് പകരം വീട്ടണം. സ്വഹാബത്തുകളുടെ ചൂടായില്ലേ? 2 പൊട്ടിക്കേണ്ട കേസല്ലത്. റസൂലിനോടാണ് ഈ വർത്താനം പറയേണ്ടത്. റസൂൽ എല്ലാരും ശാന്തരാക്കി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെന്റെ പള്ളക്കൊരു കുത്തു തീരുന്നുണ്ട്, കിസാസ് എടുക്കണം എന്നാണ്. റസൂൽ ഒരു സഹാബിയെ വിളിച്ചു. ഞാൻ അന്നാ കുത്തിയ വടി ഫാത്തിമാവിന്റെ വീട്ടിലുണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞു. ആ സ്വഹാബി വടിക്ക് പോയി. ഫാത്തിമാവി കൗതുകത്തോട് കൂടെ ചോദിച്ചു, എന്തിനാണ് ഈ വടി? അതിങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഫാത്തിമാവിയാണ് കരഞ്ഞുപോയി. സോനെ, എന്റെ ഉപ്പാനെ കിസാസ് എടുക്കുക, അതിന്റെ പേരിൽ പ്രതികാരം ചെയ്യാം. ആ വടി കൊണ്ടുവന്നു. ഈ സ്വഹാബി എന്താ ചെയ്തത്? നബിയെ വടി കൊടുത്തു, കയ്യ് കൊടുത്തു, ഇനി നാളേക്ക് നീട്ടാൻ നിങ്ങൾ കുത്തിക്കോളൂന്നാണ്.
അതായത് റസൂൽ ഇങ്ങനെ വരിയിരുത്തുമ്പോൾ ഒന്ന് അങ്ങോട്ട് നിൽക്കുക നമ്മളുണ്ടല്ലോ ഘോഷയാത്രയൊക്കെ വരിയിരുത്തിയ ഉസ്താമാർ ചെറിയ വടിയുണ്ട് ഒന്ന് കയറക്കട കുഞ്ഞുമാനെ, ശിക്ഷിക്കല്ലല്ലോ അത്. ഇതുപോലെ കുത്തുകൊടുത്താ ഈ സ്വഹാബി പറഞ്ഞു, നബിയെ നിങ്ങൾ എന്നെ കുത്തുമ്പോ പിന്നെ ഞാൻ കുപ്പായിട്ടിട്ടില്ലായിരുന്നു, നേരെ പള്ളക്ക് കുത്തു കിട്ടിയതാ, അതുകൊണ്ട് എനിക്ക് കിസാസ് വെക്കുമ്പോൾ നിങ്ങൾ കുപ്പായ കഴിക്കണമെന്നാണ്. റസൂല് എത്ര അനുസരണയോട് വേഗം കുപ്പായ കഴിച്ചു. റസൂല് കുപ്പായണ്ണ അഴിച്ചതോടുകൂടെ ഇയാളെ കയ്യിൽ നിന്ന് വടിയാണ് താഴെ വീണു. ഒരൊറ്റ പിടുത്ത കെട്ടിയാണ് പിടിച്ച് ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ എന്തിനല്ല, ഞാൻ അങ്ങയെ കിസാസ് എടുക്കാനല്ലത് പറഞ്ഞത്, അങ്ങയുടെ മേനി ഒന്ന് തന്റെ ശരീരത്തോട് കൂട്ടിപ്പിടിക്കാനാണ്. റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വർഗത്തിൽ കിടക്കുന്ന ഒരാളെ കണ്ടോളി. റസൂലുള്ളാന്റെ മേനി തെറ്റിയാൽ അങ്ങനെ മത്സരായിരുന്നു. സഹോദരാ, റസൂലുള്ളാന്റെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഭാഗ്യവതികളാ. അവർക്കൊന്നും വേണ്ട, ഭൗതികമായിട്ടൊന്നും വേണ്ട, റസൂലിനെ കിട്ടിയത് തന്നെ മതി. ഖുർആനിൽ അതിനെ സംബന്ധിച്ച് കാണാം ഏതാനും ആയത്തുകളിൽ. ഏതായിരുന്നാലും ഈ ആയത്രങ്ങളോടുകൂടെ ആയിഷവിയും അഫ്സവിയും അടക്കം ഭയങ്കര സങ്കടമായി. അവരെ പറ്റൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അവര് നബിയോട് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകണം, അങ്ങനെ പരലോകത്ത് രക്ഷപ്പെടണം എന്നുള്ള വിഷയത്തിലുള്ളൊരു മത്സരമായിരുന്നു യഥാർത്ഥത്തിൽ. അത് പിന്നെ മാനുഷികമായിട്ട് സ്വാഭാവികമായിട്ട് വരുന്നതാണ്, അത് കീപ്പ് ചെയ്ത് പോകാൻ കഴിയണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ആയത്ത്, അതിന്റെ വ്യാഖ്യാനത്തിൽ ഇൻഷാ അല്ലാഹ് അബൂ ലുബാബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ചിലരുടെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ, മദീന പള്ളിയിൽ ഒരു സ്വഹാബി തന്റെ ശരീരത്തെ തൂണിൽ കെട്ടിയിട്ടു 8 ദിവസം. ഇൻഷാ അല്ലാഹ് അതൊക്കെ എന്റെ വിശദീകരണത്തിൽ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അടുത്ത വ്യാഴാഴ്ചയാണ് ഇപ്പൊ നമ്മളെ വാർഷികം, മഗ്‌രിബിന്റെ ശേഷം. അപ്പൊ പിന്നെ രാവിലെ ക്ലാസ് വേണോ? ഒന്ന് വേണോ? ഉണ്ടായിക്കോട്ടല്ലേ, എനിക്ക് പ്രശ്നമില്ല, ഉണ്ടായിക്കോട്ടല്ലേ, അൽഹംദുലില്ലാ. നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഇതതിന്റെ ഓർഡറിനനുസരിച്ച് നടക്കട്ടെ അല്ലേ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച രാവിലെ, ഇത് ഏറൂലല്ലത്, ഏറൂല, അടുത്ത വ്യാഴാഴ്ച ഇതിന്റെ വാക്യം നമുക്ക് എടുക്കണം. വൈകുന്നേരം പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് മഗ്‌രിബിന്റെ ശേഷം. അപ്പോൾ വാർഷികത്തിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ വേണം. ഇൻഷാ അല്ലാഹ് MT ഉസ്താദ് ദുആക്ക് നേതൃത്വം നൽകും. മഗ്‌രിബ് നിസ്കരിച്ചാൽ ഉടനെ, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ക്ലാസ് തുടങ്ങും പള്ളിയിൽ വെച്ചിട്ട്. കുറച്ച് വിപുലമായിട്ട് തന്നെയാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അതിന്റെ പ്രചാരണം ഏറ്റെടുക്കണം, കൂടുതൽ ആളുകളെ എങ്ങനെയെങ്കിലും എത്തിക്കണം. അങ്ങനെ അന്ന് ക്ലാസ് കേട്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ട് സുബഹിക്ക് ആൾ കൂടുന്നൊരവസ്ഥ വേണം. അൽഹംദുലില്ലാ, പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ ഇത് ശ്രമിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ, ഇത് വളരെയധികം ഉപകാരമുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് ഇനിയും വിപുലീകരിക്കണം. വാർഷികം അതിനാണ്. നമ്മളൊരു വാർഷികം വെക്കുന്നത് നമ്മൾ എന്തിനാണ്? കഅബ തവാഫ് ചെയ്യുമ്പോൾ എന്തിനാ കഅബ തവാഫ് ചെയ്യുമ്പോൾ നമ്മൾ ആ തുണി ചുറ്റുന്നുണ്ട്, നിങ്ങൾ മസ്ജിദ് കവർ കാണിച്ചു കൊടുത്തു. ആദ്യകാലത്ത് ശത്രുക്കളൊന്ന് കാണട്ടെ എന്നുള്ളതാണ്. യുദ്ധഘട്ടങ്ങളിൽ മുടി കറുപ്പിക്കൽ അനുവദനീയായിരുന്നു. യുദ്ധഘട്ടത്തിൽ എന്തിനാണ്? ആരോഗ്യമുള്ളവർ തന്നെയാണ് ഇവര്, നരച്ചവരൊന്നുമല്ല എന്ന് അറിയിക്കാനാണ്. എന്നതുപോലെ നമ്മൾ വാർഷികം നടത്തുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോഴും ഖുർആൻ ക്ലാസ്സുമായി മുന്നോട്ട് പോവുകയാണെന്നും ആരോഗ്യം അറിയിക്കാൻ, അത് കൂടുതൽ പരിപോഷിപ്പിക്കാനാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച ആണ് നമ്മുടെ വാർഷിക പരിപാടി. മഗ്‌രിബിന്റെ ശേഷം നമ്മൾ ഇൻഷാ അല്ലാഹ് വിശാലമായ പള്ളി നമുക്കുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരിപാടി നമ്മൾ വിജയിപ്പിക്കണം. മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ ക്ലാസ് തുടങ്ങുക, പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ദുആ നടക്കുക. ഇങ്ങനെയാണ് തീരുമാനം. ഉസ്താദിന്റെ ഉപദേശം ആ സമയത്ത് നടക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രമുഖരൊക്കെ പങ്കെടുക്കുക. ആ പരിപാടി നമ്മൾ വിജയിപ്പിക്കണം. അടുത്ത ആഴ്ച രാവിലത്തെ ക്ലാസ് ഇതേപോലെ നടക്കും. 2 നേരം കൂടി വേണ്ടാന്ന് കരുതരുത്. ഈ വെള്ളിയാഴ്ചയും പെരുന്നാളും കൂടി ഒപ്പം വന്നാണ്ട് ചില കുട്ടികൾക്ക് 2 നേരമൊന്നും ഞാൻ പള്ളിയിൽ പോകില്ല, ഏതെങ്കിലും ഒരു വട്ടേ പോകുള്ളൂ എന്ന് ഉള്ള ഒരു തീരുമാനമുണ്ട്. എന്നാൽ ഉച്ചക്ക് ഒരു പരിപാടിക്ക് കല്യാണത്തിന് പോയി 10 മണിക്ക് ഒരു പരിപാടിക്ക് പോയാലും ഇനി ഉച്ചക്ക് ഒരു കല്യാണത്തിന് പോകാൻ മടി ഉണ്ടാവില്ല. തിന്നേണ്ട വിഷയം ഇനി രാത്രി വിളിച്ചാൽ അതിന് വരും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പ്രവർത്തനം വളരെയധികം വിപുലീകരിക്കണം. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. മരിച്ചുപോയ പിതാവിന്റെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ ഖുർആൻ ക്ലാസ്സിലേക്ക് ചായ നൽകിയിട്ടുള്ളത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല അതിന് അർഹമായ കൂലി നൽകുമാറാവട്ടെ. നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ആ സഹോദരന്റെ പിതാവിന്റെ പേരിൽ ഒരു ഫാത്തിഹ ദുആ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 أستغفر الله العظيم 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 اللهم صل على محمد والآل كلهم وسلم 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 اللهم صل على محمد والآل كلهم وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا